പ്രവാസലോകത്തെ വാർത്തകൾ. ന്യൂസിലാൻഡിന്റെ ഗോൾഡൻ വിസ പദ്ധതി ലോകമെമ്പാടുമുള്ള സമ്പന്നരായ നിക്ഷേപകരെ ആകർഷിക്കുന്നതായി റിപ്പോർട്ട്. വിസ നിയമങ്ങൾ ലഘൂകരിച്ചതും ഗുണകരമായി. സാമ്പത്തിക വളർച്ച ഉത്തേജിപ്പിക്കുന്നതിനായി ഉയർന്ന ആസ്തിയുള്ള വ്യക്തികളെ രാജ്യത്തേക്ക് ആകർഷിക്കാൻ മധ്യ വലതുപക്ഷ സർക്കാർ ശ്രമിക്കുന്നതിനാൽ പുതിയ വിദേശ നിക്ഷേപ കുടിയേറ്റ വിസയ്ക്കുള്ള അപേക്ഷകൾ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടെന്ന് ന്യൂസിലാൻഡ് വ്യക്തമാക്കി. ഏപ്രിലിൽ സർക്കാർ വിസയ്ക്കുള്ള നിയമങ്ങൾ ലഘൂകരിച്ചിരുന്നു. ഉയർന്ന റിസ്ക് നിക്ഷേപങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വിഭാഗത്തിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ഫണ്ട് 15 മില്യൺ ന്യൂസിലാൻഡ് ഡോളറിൽ നിന്ന് 5 മില്യൺ ന്യൂസിലാൻഡ് ഡോളറായി കുറയ്ക്കുകയും ഇംഗ്ലീഷ് ഭാഷ ആവശ്യകത നീക്കം ചെയ്യുകയും ചെയ്തു. ഗോൾഡൻ വിസ പദ്ധതിക്ക് കീഴിലുള്ള പുതിയ അപേക്ഷകൾ ന്യൂസിലാൻഡ് ബിസിനസിൽ 845 മില്യൺ ന്യൂസിലാൻഡ് ഡോളറിന്റെ പുതിയ നിക്ഷേപ സാധ്യതയെ പ്രതിനിധീകരിക്കുന്നതായി കുടിയേറ്റ വകുപ്പ് മന്ത്രി എറിക്ക സ്റ്റാൻഫോർഡ് പറഞ്ഞു. കഴിഞ്ഞ വർഷം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കൂപ്പുകുത്തിയ ന്യൂസിലാൻഡിന്റെ സമ്പദ് വ്യവസ്ഥയെ വീണ്ടും ശക്തമായ നിലയിലേക്ക് വരികയാണ്. ആദ്യപാദത്തിൽ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ന്യൂസിലാൻഡിലെ സമ്പദ് വ്യവസ്ഥ വളർന്നതായി കഴിഞ്ഞ ആഴ്ചത്തെ ഔദ്യോഗിക ഡാറ്റ കാണിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഇന്ത്യയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാനയാത്രാ ദൈർഘ്യം കൂടുമെന്ന് എയർ ഇന്ത്യ. ടിക്കറ്റ് നിരക്ക് കൂടാനും സാധ്യത. ഇന്ത്യയിൽ നിന്ന് UAE, ഖത്തർ, ഒമാൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള വിമാനയാത്രാ ദൈർഘ്യം കൂടുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. യൂറോപ്പ്, വടക്കൻ അമേരിക്ക എന്നിവിടങ്ങളിലേക്കുള്ള ചില സർവീസുകൾക്കും ഇത് ബാധകമാകും. ഇറാൻ, ഇറാഖ്, ഇസ്രായേൽ എന്നിവ കൂടാതെ ഗൾഫ് വ്യോമ മേഖലയുടെ ചില ഭാഗങ്ങളും മുൻകരുതലിന്റെ ഭാഗമായി എയർ ഇന്ത്യ ഉപയോഗിക്കില്ല. ഇതിനാൽ ബദൽ വഴികൾ തേടുന്നതിനാൽ യാത്രാ ദൈർഘ്യം കൂടും. യാത്രാക്കൂലിയും വർദ്ധിച്ചേക്കും. ഇന്ധന ചെലവ് കൂടുമെന്നതിനാലാണ് ടിക്കറ്റ് നിരക്ക് കൂട്ടുന്നത്. ഇത് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് കനത്ത ആഘാതമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഉയർന്ന വരുമാനമുള്ളവർക്ക് ഒമാൻ ആദായ നികുതി ഏർപ്പെടുത്തുന്ന 2028 ജനുവരി മുതൽ നിയമം പ്രാബല്യത്തിൽ വരും. 42,000 റിയാലിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ളവർക്ക് 5% നികുതിയായിരിക്കും ഏർപ്പെടുത്തുന്നത്. എണ്ണയിതര വരുമാനമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നികുതി ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച രാജകീയ ഉത്തരവ് ഒമാൻ ഭരണാധികാരി പുറപ്പെടുവിച്ചു. മേഖലയിൽ വ്യക്തിഗത ആദായ നികുതി ഏർപ്പെടുത്തുന്ന ആദ്യ GCC രാജ്യമായി ഇതോടെ ഒമാൻ മാറും. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, അനന്തരാവകാശം, സംഭാവനകൾ, പ്രാഥമിക ഭവനം, മറ്റു ഘടകങ്ങൾ തുടങ്ങിയ സാമൂഹിക പരിഗണനകൾ കണക്കിലെടുത്ത് കിഴിവുകളും ഇളവുകളും നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നികുതി ഏർപ്പെടുത്തുന്നതിന് മുൻപ് ഇളവുകൾ സംബന്ധിച്ചും മറ്റുമായി സമഗ്രമായ പഠനം നടത്തിയിരുന്നെന്നും ഒമാൻ ജനതയുടെ 99% പേരും നികുതി അടയ്ക്കുന്നതിൽ നിന്ന് മുക്തരാണെന്നും അതോറിറ്റി അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൂടുതൽ ദൈർഘ്യമുള്ള ഇന്ത്യൻ പ്രൊഫഷണലുകളെ ലക്ഷ്യമിട്ട് UK ഗ്ലോബൽ ടാലന്റ് വിസ പദ്ധതിയിലൂടെയാണ് ഇന്ത്യക്കാരെ ആകർഷിക്കുന്നത്. ഉയർന്ന വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകളെ രാജ്യത്ത് എത്തിക്കുക വഴി ഇന്ത്യയുമായുള്ള ശാസ്ത്ര അക്കാദമിക ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനാണ് UKയുടെ പദ്ധതി. ജൂൺ 20 ലണ്ടനിൽ നടന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറത്തിൽ നടന്ന അൺലോക്കിംഗ് UK ഇന്ത്യ സഹകരണം ഫോർ എ ന്യൂ ഇറ ഓഫ് ഇന്നോവേഷൻ സെഷനിൽ സംസാരിക്കവേ ബ്രിട്ടീഷ് ശാസ്ത്രമന്ത്രി ലോർഡ് പാട്രിക് വാലൻസ് ആണ് ഇക്കാര്യം പറഞ്ഞത്. അക്കാദമിക്, ഗവേഷണം, കല, സംസ്കാരം, സാങ്കേതികവിദ്യ എന്നിവയിൽ മികവ് പ്രകടിപ്പിച്ച ലോകത്തെമ്പാടുമുള്ള ഉന്നത വ്യക്തികളെ ആകർഷിക്കുന്നതാണ് UKയുടെ ഗ്ലോബൽ ടാലന്റ് വിസയുടെ ലക്ഷ്യം. 18 വയസ്സും അതിൽ കൂടുതലുമുള്ള പ്രൊഫഷണലുകൾക്ക് വിസ ലഭിക്കും. അപേക്ഷകർക്ക് UK ഹോം ഓഫീസ് വഴി വിസയ്ക്ക് അപേക്ഷിക്കാം. അംഗീകാരം ലഭിച്ചതിന് ശേഷം അപേക്ഷകർ UK വിസ ആൻഡ് ഇമിഗ്രേഷനിൽ വിസ അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷകർ 524 പൗണ്ട് എൻഡോഴ്സ്മെന്റ് ഫീസും 192 പൗണ്ട് വിസ അപേക്ഷ ഫീസും അടയ്ക്കേണ്ടതുണ്ട്. കൂടാതെ ഇമിഗ്രേഷൻ ഹെൽത്ത് സർചാർജ് പ്രതിവർഷം 624 പൗണ്ടാണ്. സാധാരണയായി 5 വർഷത്തേക്ക് വിസ അനുവദിക്കുകയും നീട്ടാൻ കഴിയുകയും ചെയ്യും. എൻഡോഴ്സ്മെന്റ് തരമനുസരിച്ച് 3 മുതൽ 5 വർഷം വരെ കഴിഞ്ഞാൽ സ്ഥിരതാമസത്തിനുള്ള യോഗ്യതയും ലഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇറാൻ ഇസ്രായേൽ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു. ഇറാനിലെ 6 വിമാനത്താവളങ്ങൾ ആക്രമിച്ചതായും 15 വിമാനങ്ങൾ നശിപ്പിച്ചതായും ഇസ്രായേൽ. പടിഞ്ഞാറൻ, കിഴക്കൻ, മധ്യ ഇറാനിലെ വിമാനത്താവളങ്ങളാണ് ലക്ഷ്യമിട്ടതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന പറഞ്ഞു. ഡ്രോൺ ആക്രമണത്തിൽ F-15, F-5 യുദ്ധവിമാനങ്ങൾ, ഇന്ധനം നിറയ്ക്കുന്ന ഒരു വിമാനം, ഒരു AH-1 കോബ്ര 27 ആക്രമണ ഹെലികോപ്റ്റർ എന്നിവ തകർന്നതായി IDF കൂട്ടിച്ചേർത്തു. ആക്രമണം ഇറാൻ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. മിസൈലുകൾ സംഭരിക്കുന്നതിനും വിക്ഷേപിക്കുന്നതിനും ഉപയോഗിക്കുന്ന വ്യോമത്താവളങ്ങളാണ് തങ്ങൾ ആക്രമിച്ചതെന്ന് സൈന്യം Xൽ കുറിച്ചു. ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചിരുന്നു. US-ന്റെ B-2 സ്റ്റെൽത്ത് സ്പിരിറ്റ് ബോംബർ വിമാനങ്ങൾ ആണവ നിലയങ്ങളിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇടുകയായിരുന്നു. തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള US ആക്രമണം തങ്ങളുടെ സായുധ സേനയുടെ നിയമാനുസൃത ലക്ഷ്യങ്ങളുടെ പരിധി വർദ്ധിപ്പിച്ചതായി ഇറാൻ പറഞ്ഞു.
ഇറാന്റെ ഫോർഡോ ആണവ നിലയത്തിനു നേരെ ശനിയാഴ്ച നടന്ന ആക്രമണം ആ സ്ഥലത്തിനും അത് സൂക്ഷിച്ചിരുന്ന യുറേനിയം സമ്പുഷ്ടമാക്കുന്ന സെൻട്രിഫ്യൂജുകൾക്കും സാരമായ കേടുപാടുകൾ വരുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്തതായി വാണിജ്യ ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു. പക്ഷേ ഇതിന്റെ നിജസ്ഥിതി സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് വിദഗ്ധർ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.